കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. PSC എക്സാംസിന്റെ കൂടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസും കൂടി എഴുതുക എന്ന് മനസ്സിലായി. അതൊരു വളരെ നല്ല ബാക്കപ്പ് പ്ലാൻ ആണ്. പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം, ഏത് ബുക്ക് വായിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണ് എന്ന്. സത്യത്തിൽ ഒരു പുതിയ എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ തെറ്റായ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം പോകുന്നത് മാത്രമല്ല, നിങ്ങളുടെ കോൺഫിഡൻസ് പോലും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ SSCയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ശരിയായ വഴി. നിങ്ങൾ SSC ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള റോഡ് മാപ്പ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണൂ, അപ്പോൾ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനും മാറി കിട്ടും. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് 1, SSC എന്താണ് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. PSC പോലെ ഒരുപാട് ടോപ്പിക്സ് വാരി വലിച്ച് അവിടുന്നും ഇവിടുന്നും ഒക്കെ അങ്ങനെ പഠിക്കേണ്ട ഒരു എക്സാം അല്ല SSC. SSCയുടെ പ്രിപ്പറേഷൻ മുഴുവൻ ബേസ്ഡ് ആയിട്ടിരിക്കുന്നത് 4 സബ്ജക്ട്സിലാണ്: മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. അപ്പോൾ ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ PSCയിൽ പഠിക്കുന്നതാണ്. പക്ഷെ ഇതിൽ വരുന്ന മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, PSCയിലൊക്കെ വരുന്ന ജനറൽ അവയർനെസ് കൂടുതലും കേരളത്തിന് ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. എന്നാൽ SSC ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ജനറൽ അവയർനെസ് നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് വരുന്ന കറണ്ട് അഫയേഴ്സും ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും. സോ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. എന്നാൽ ഇവിടെയാണ് അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി മാത്സും റീസണിങ്ങും ആക്ച്വലി ടഫ് ഒന്നുമല്ല, പക്ഷേ സ്പീഡ് ബേസ്ഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിലെയും റീസണിങ്ങിലെയും ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നറിയാം എന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് അറിയണം. അപ്പോൾ അതിന് വേണ്ടത് ഷോർട്ട് കട്ട്സും സ്ട്രാറ്റജീസും ആണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ട്രാറ്റജീസും ഷോർട്ട് കട്ട്സും വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഇംഗ്ലീഷിനെ പറ്റി നോക്കാം. ഇംഗ്ലീഷ് ആണ് പലർക്കും ഒത്തിരി പേടിയുള്ള ഒരു സബ്ജക്റ്റ് അല്ലെ. പലരും വിചാരിക്കുന്നത് പോലെ SSCയിൽ അത്ര ടഫ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല വരുന്നത്. ബേസിക് ഗ്രാമറും സിമ്പിൾ ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ ബേസ്ഡ് ചോദ്യങ്ങളുമാണ് SSCയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനെ നിങ്ങൾ ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് 2. ഇവിടെ നിങ്ങളുടെ പഠനത്തിന്റെ രീതി ഒന്ന് ചെറുതായിട്ട് മാറ്റണം. PSCയിലൊക്കെ പഠിക്കുന്നത് പോലെ കുറെ റാങ്ക് ഫയൽസ് ബൈഹാർട്ട് ചെയ്തത് കൊണ്ട് SSCയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. SSCയുടെ ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ PYQ. SSC എന്നത് ഒരു പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. അതായത് SSCയുടെ ചോദ്യങ്ങളൊക്കെ ഒരു കൃത്യമായ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടാണ് എപ്പോഴും വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ക്വസ്റ്റ്യൻസ് എന്തായാലും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ തിയറി മാത്രം പഠിച്ചത് കൊണ്ട് മതിയാകില്ല, അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പാറ്റേൺ എങ്ങനെയാണ് ഓരോ എക്സാമിലും ഫോളോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്പീഡും ഇംപ്രൂവ് ആകും, കോൺഫിഡൻസും ബിൽഡ് ചെയ്യും. സോ സിമ്പിൾ ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ SSCയുടെ ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി നിങ്ങളുടെ സ്റ്റെപ്പ് 3. ഈ എക്സാമിൽ നിങ്ങളുടെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് സിലബസ് അല്ല, പക്ഷെ ടൈമാണ്. 1 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 30 to 35 സെക്കൻഡ്സിന്റെ ഉള്ളിൽ നിങ്ങൾ സോൾവ് ചെയ്യണം. പക്ഷെ ഇവിടെയാണ് ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്: മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും. ഇതിൽ മാത്സ് ഒഴികെ മറ്റ് 3 സബ്ജക്ട്സിലെയും ചോദ്യങ്ങൾ നമുക്ക് ആക്ച്വലി എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ജനറൽ അവയർനെസിന്റെയും ഇംഗ്ലീഷിന്റെയും ചോദ്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കിട്ടുന്നതാണ്. സോ അതിന് നമുക്കൊരു മാക്സിമം 15 സെക്കൻഡ് ഓരോ ചോദ്യത്തിനും മതി. ഇനി റീസണിങ്ങിലെ പല ചോദ്യങ്ങളും ജസ്റ്റ് പാറ്റേൺ ബേസ്ഡും അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ബേസ്ഡുമാണ്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരു 20 സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളിൽ നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയം മാത്സിലെ ടഫ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യന് 35 സെക്കൻഡ് എന്ന ആവറേജിന് മുകളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. സോ ടഫ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടൈം എടുത്ത് നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടും. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി മാറേണ്ടത്. സ്പീഡ് പ്ലസ് അക്യുറസി ഇസ് ഈക്വൽ ടു സക്സസ്. ഇതാണ് നിങ്ങളുടെ ഫോക്കസ് ആവേണ്ടത്.
അപ്പൊ നമ്മൾ റോഡ് മാപ്പ് കണ്ടു കഴിഞ്ഞു. സിലബസ് മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, സ്പീഡ് ഡെവലപ്പ് ചെയ്യുക. ഇത് ഒരു ജേർണിയാണ്. പക്ഷെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ഈ ജേർണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനി വരുന്ന വീഡിയോസിൽ SSCയിൽ ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ടോപ്പിക്കുകളെ അപ്രോച്ച് ചെയ്യേണ്ടത്, സ്പീഡ് കൂട്ടി കിട്ടാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രിക്സ് എന്തൊക്കെയാണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വളരെ സിമ്പിളായി പ്രാക്ടിക്കലായി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ SSC എന്ന ഈ ഒരു ബാക്കപ്പ് പ്ലാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് താഴെ റെഡി ടു സ്റ്റാർട്ട് SSC എന്ന് കോമെന്റ് ചെയ്യും. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം. SSC എന്നത് ടഫ് ഒന്നുമല്ല, പക്ഷെ ഡിറക്ഷൻ ഇല്ലാത്തതാണ് ടഫ്. ഡിറക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്. നമുക്ക് ഈ ജേർണി സ്മാർട്ട് ആയിട്ട് തുടങ്ങാം.